എന്ത് പറയാൻ നരേന്ദ്രമോദി, താങ്കൾ വൈകിപ്പോയി. എല്ലാ വിഷയങ്ങളിലും താങ്കളുടെ ഒരു നിലപാട് പലപ്പോഴും ഇത് തന്നെയാണ്. മണിപ്പൂരിൽ വലിയ കലാപം നടന്നു. ചെറിയ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തിൻ്റെ പേരിലായാലും കലാപം നീണ്ടുപോയി. അങ്ങ് പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ഇടപെടുന്നത് വളരെ അവസാനമാണ്. ഡൽഹിയിൽ നീറ്റ് പരീക്ഷ വന്നു. രാജ്യാന്തര തലത്തിൽ തന്നെ അതിൻ്റെ ചലനങ്ങൾ വരുന്നു. ഫിൻലാൻഡിലും അമേരിക്കയിലും ഇരുന്നുകൊണ്ട് ചെറുപ്പക്കാർ ചില തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയ ഇന്ത്യൻ ഭരണകൂടം ഇന്നലെ നിങ്ങൾ 47 പേരെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA നിന്ന് പുറത്താക്കി, സസ്പെൻഡ് ചെയ്തു. പെനാൽറ്റി നിങ്ങൾ 5 കോടി എന്നുള്ളത് 10 കോടിയാക്കി. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. വിദ്യാഭ്യാസ സെക്രട്ടറിയെ മാറ്റി. ഇതെല്ലാം നേരത്തെ ആവാമായിരുന്നു. ഡൽഹിയിൽ യുവത്വം വന്ന്, യുവാക്കൾ വന്ന് വലിയ സമരം ചെയ്ത് അവരെ കെയർ ഓഫിൽ ബാക്കി എല്ലാവരും വന്ന്, നല്ല ആളുകളും ചീത്ത ആളുകളും വിഘടനവാദികളും തീവ്രവാദികളും രാജ്യദ്രോഹികളും എല്ലാവരും വന്നു എന്നാണല്ലോ നിങ്ങളുടെ പരാതി. അങ്ങനെ സകല ആളുകളെയും ഒരു സ്ഥലത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുവാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോഴും നിങ്ങൾ ഉറങ്ങി. നിങ്ങൾ അതിലൊരു ചെറിയ രാഷ്ട്രീയം കണ്ടില്ലേ എന്നൊരു സംശയമുണ്ട്. അതായത് അയോധ്യ വിഷയം മുങ്ങണം. അയോധ്യ വിഷയം പൊങ്ങണമെങ്കിൽ CJP വിഷയം പൊങ്ങി നിൽക്കണം. അതിൽ നിങ്ങൾ വിജയിച്ചു. ഇപ്പോൾ അയോധ്യ മുങ്ങി. ശരിക്കും പറഞ്ഞാൽ ഇനി അത് പൊക്കിയെടുക്കുക എളുപ്പവുമല്ല പ്രതിപക്ഷത്തിന്. ഒരുപക്ഷെ CJP വിഷയം, ഈ നീറ്റിൻ്റെ വിഷയം ഇല്ലായിരുന്നെങ്കിൽ അയോധ്യ വിഷയം വളരെ വലുതായിട്ട് പാർലമെൻറ്റിൽ കത്തുമായിരുന്നു. ഇനി അത് കയറ്റിയെടുക്കാൻ എളുപ്പമല്ല. രാജ്യത്ത് അത് കൊണ്ടുവരുന്ന കാര്യവും പ്രതിപക്ഷത്തിന് അത്ര എളുപ്പമല്ല. അത് വളരെ കൃത്യമായി BJPയുടെ ഓപ്പറേഷൻ സക്സസ് ആയിരിക്കുന്നു. നിങ്ങൾ CJPയുടെ അഭിജിത് ദീപ്കെ ഇന്ത്യയിലെത്തിയപ്പോൾ, അണ്ണാ ഹസാരെ മഹാരാഷ്ട്രയിൽ നിന്ന് ട്രെയിനിൽ സമരത്തിന് വേണ്ടി ഡൽഹിയിലെത്തിയപ്പോൾ ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അണ്ണാ ഹസാരെ നിങ്ങൾ അറസ്റ്റ് ചെയ്തു. അതേസമയം അഭിജിത് ദീപ്കെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യൻ വിമാനത്താവളം, ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോൾ നിങ്ങൾ ബൊക്കെ കൊടുത്ത് സ്വീകരിച്ചു. നിങ്ങൾ യഥാർത്ഥത്തിൽ CJPയുടെ സമരത്തെ വളർത്തുകയായിരുന്നു. അത് മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല. രാമക്ഷേത്ര വിഷയം രാജ്യം ചർച്ച ചെയ്യരുത്. അതിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു, യാതൊരു തർക്കവുമില്ല. പക്ഷെ അങ്ങനെ രാമക്ഷേത്ര വിഷയം പാർലമെന്റിലോ രാജ്യസഭയിലോ ലോകസഭയിലോ ഈ രാജ്യത്തോ മാധ്യമങ്ങളോ ഒന്നും ചർച്ച ചെയ്യാതെ പോയപ്പോൾ, അല്ലെങ്കിൽ അത് ഹൈ പീക്കിലേക്ക് പോകുന്ന വിഷയത്തെ ലോ പ്രൊഫൈലിലേക്ക് കൊണ്ടുപോകുന്നതിൽ നിങ്ങൾ വിജയിച്ചപ്പോൾ ഈ രാജ്യത്തുണ്ടായത് വലിയ കലാപമാണ്. വിദ്യാർത്ഥികൾ ഒരുപാട് പേര് ഹോസ്പിറ്റലിലായി. സോനം ബാങ്ചുവിനെ പോലെയുള്ള ആക്ടിവിസ്റ്റുകൾ 10-26 ദിവസം നിരാഹാരത്തിലേക്ക് പോയി. അഭിജിത് ദീപ്കെ പോലുള്ള ചെറുപ്പക്കാർ നിരാഹാരത്തിൽ പോയി. ധാരാളം ചെറുപ്പക്കാർ ഇതിൽ ആവേശപ്പെട്ടുകൊണ്ട് ഉപവാസത്തിലേക്ക് പോയി. ഒരുപാട് പോലീസുമാർക്ക് തല്ലുകിട്ടി, ജേർണലിസ്റ്റുകൾക്ക് തല്ലുകിട്ടി. വലിയ കലാപമുണ്ടായി ഡൽഹിയിൽ. എങ്ങനെയാണ് ഒരു ഭരണകൂടം വളരെ കൃത്യമായി അജണ്ടകൾ സെറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ക്ലാസിക്കൽ എക്സാമ്പിളാണിത്. ഇത് മനസ്സിലാക്കാൻ CJPക്കാർക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ് വളരെ രസകരമായ. ഇപ്പോൾ 2 കൂട്ടർക്കും ഭവിച്ചിരിക്കുന്ന പ്രശ്നം, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. നിങ്ങളെ CJPക്കാരെ അഭിജിത് ദീപ്കെ വിളിച്ച് ചർച്ച നടത്തിയപ്പോൾ 3-4 ഡിമാൻഡ് നിങ്ങൾ വെച്ചു. അതിലെല്ലാ ഡിമാൻഡും അംഗീകരിച്ചു, ഒന്നൊഴിച്ച്. ആ ഡിമാൻഡ് പ്രായോഗികമല്ല എന്നവർ തീരുമാനിക്കുകയും അവരുടെ പാർലമെൻ്ററി പാർട്ടി ബോർഡ് കൂടി തീരുമാനിച്ചു, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്ന പ്രശ്നമില്ല. എന്നാൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ ഈ പ്രശ്നം തീരുന്ന പ്രശ്നമില്ല എന്ന് നിങ്ങളുടെ CJPയും പറയുന്നു. എങ്ങനെയാണ് ഈ പ്രശ്നം തീരുന്നത്? ഈ പ്രശ്നം തീരുന്നത് എങ്ങനെയാണ്? സമരമെന്ന് പറയുന്നത് ഒരു ഘട്ടം കഴിഞ്ഞാൽ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് മുമ്പോട്ട്? അതിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചുകൊണ്ട് പല രൂപത്തിലുള്ള പുതിയ സമരം വരും എന്ന് പറഞ്ഞുകൊണ്ട് താൽക്കാലികമായി ഉണ്ടാകുന്ന ടെൻഷൻ തീർക്കാൻ സമരക്കാർക്കും ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ കൈവിട്ടു പോകും, കാര്യങ്ങൾ കൈവിട്ടു പോകും. സമരക്കാർക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയാലും അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് കൈവിട്ടു പോയാലും രാഷ്ട്രത്തിന് വലിയ നഷ്ടമുണ്ടാകും. സമരക്കാരും മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും സമരം ചെയ്യുമ്പോൾ ഒരു വലിയ ഹൈപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നൊരു സ്ലോ ഉണ്ടായിരിക്കും, ഒരു ഇറക്കമുണ്ടായിരിക്കും. അല്ലാതെ ഹൈപ്പിൽ നിന്ന് ഹൈപ്പിലേക്ക് തന്നെ കൊണ്ടുപോകാൻ സമരക്കാർക്കും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയില്ല. അങ്ങനെ ചെയ്യുകയുമരുത്. അതുകൊണ്ട് CJPയും പുനർവിചിന്തനം നടത്തണം, കേന്ദ്ര ഗവൺമെൻറ്റും പുനർവിചിന്തനം നടത്തണം. വളരെ ഗൗരവതരമായി ഈ സമരം തീർക്കേണ്ടതുണ്ട്. എന്താണ് ഫോർമുലയെന്ന് ഞങ്ങൾക്കൊരു ഫോർമുലയുമില്ല.
നിങ്ങൾ തീരുമാനിച്ചോളൂ. പക്ഷെ നിങ്ങൾ തീരുമാനിക്കണം, അതാണ് ഞങ്ങളുടെ ഫോർമുല. അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് ഈ സൂചിപ്പിച്ചതുപോലെ അരാജകത്വവും അതുപോലെ തന്നെ കലാപവും വരുന്നതും പോരാട്ടവും വരുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് ഡൽഹി പോലുള്ള ഇന്ദ്രപ്രസ്ഥത്തിൽ വലിയ പോരാട്ടമാണ് നടക്കുന്നത്. അതിനെ കൃത്യമായി മാറ്റേണ്ടതുണ്ട്. അത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിട്ടാണോ, ധർമ്മേന്ദ്ര പ്രധാൻ നിലനിർത്തിക്കൊണ്ടാണോ എന്നുള്ളതൊക്കെ കൃത്യമായി ചർച്ചകൾ നടക്കട്ടെ. എന്തായാലും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെപ്പിക്കുന്ന പ്രശ്നമില്ല. അങ്ങനെയായാൽ ഞങ്ങൾ തോറ്റുപോയതായി വരും എന്നൊരു തോന്നൽ BJPക്കുണ്ട്, NDA ക്യാമ്പിനുണ്ട്. മാത്രമല്ല അദ്ദേഹം സംഘപരിവാറിൻ്റെ പ്രധാനപ്പെട്ട ആളാണ്. അദ്ദേഹം പെട്രോളിയം വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ വളരെ വലിയ സഹായമാണ് ഇന്ത്യയിൽ സംഘപരിവാർ സംഘടനകൾക്ക് CSR ഫണ്ട് വഴിയൊക്കെ ചെയ്തു കൊടുത്തത്. അതുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാനെ മാറ്റുക അത്ര ഈസിയായ ഒരു കാര്യമല്ല. പക്ഷേ അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ ഒറ്റയ്ക്ക് രാജിവെക്കണം. അതിനുള്ള സാധ്യതയും കുറവാണ്. രാഷ്ട്രീയത്തിൽ എപ്പോഴും ഇമേജുകൾക്കും കോംപ്ലക്സുകൾക്കും ഈഗോകൾക്കും വലിയ സ്ഥാനമാണുള്ളത്. അതുകൊണ്ട് തന്നെ രാജിവെക്കൽ എന്നുള്ളത് പ്രായോഗികമാണോ എന്ന് BJPക്കാർ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ CJPക്കാർ അത് രാജിവെച്ചേ കഴിയൂ എന്ന് പറഞ്ഞ് സമരവുമാണ്. പക്ഷേ എന്തായാലും സമരത്തിനായാലും സമരം ചെയ്യുന്നവരും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം. സമരം കൊണ്ട് മുറിവേൽക്കുന്ന ഗവൺമെൻറ്റുകളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം. രണ്ട് കൂട്ടരും കൂടി വീണ്ടും ചർച്ചകൾ നടക്കട്ടെ. എന്തായാലും CJPയുടെ സമരം രാജ്യത്ത് ശ്രദ്ധിക്കപ്പെട്ടു, ലോകത്തും ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം സമരത്തിന് ആധാരമായ കാര്യങ്ങൾ വിജയിച്ചു കൊള്ളണമെന്ന് നിർബന്ധമില്ല. ഇനിയും സമരങ്ങൾ ഉണ്ടായേക്കാം, തുടർ സമരങ്ങളും നടക്കാം. ഇപ്പോൾ സോനം വാങ്ചു ഏകദേശം മതിയാക്കിയ ഒരു അവസ്ഥയിലാണ്. ഇനി അഭിജിത്ത് ദീപ്കയും സഹപ്രവർത്തകരും എന്ത് നിലപാടെടുക്കുമെന്നറിയില്ല. സമരം തുടരും എന്നാണ് അവർ പറയുന്നത്. പക്ഷേ എത്ര കാലം, ഏത് രൂപത്തിൽ, ആരൊക്കെ, എവിടെയൊക്കെ എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ ആശയക്കുഴപ്പമാണ്.